ആക്ച്വലി ഗൈസ് ഇത് എൻ്റെ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. മീൻസ് ഓൺ വോയിസ് അല്ല, വ്ളോഗ്. സോ ദിസ് ഇസ് മൈ ഫസ്റ്റ് വ്ളോഗ് എവർ. അപ്പോൾ ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, ഒന്ന് സഹിക്കുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് മൈസൂർ സൂവിലേക്കാണ്. ഞാൻ മാത്രമല്ല, കൂടെ ഒരാളും കൂടി ഉണ്ട്, ഷംസിഷ. ഹലോ, ഹീസ് എ അങ്കിൾ. സോ ദിസ് ഫസ്റ്റ് വ്ളോഗ് ഗൈസ്. സോ അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, ഒന്ന് സഹിക്കുക. ഓക്കെ, ഞാൻ വേറെ ഒരു സാധനം കാണിച്ചു തരാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് കോയിനാണ് തോന്നുന്നത്. ഇത് കോയിനാണോ അറിയില്ല, എനിക്ക് ഇനി കാണിച്ചു തരാം. ഇതാണ് ഭൂതക്കാട് കോഴി. മീൻസ് എനിക്ക് കന്നഡ വായിക്കാൻ അറിയാം ഗൈസ്. സോ ഗ്രേ വായിക്കാൻ അറിയാം. ഐ നോ. ഗ്രേ ജംഗിൾ ഫോൾ. ഇത് കാണുമ്പോൾ നമുക്ക് നാട്ടിലുള്ള നാടൻ കോഴിയില്ലേ, അതിൻ്റെ ഒരു ഫീലാണ്. പക്ഷേ ഇതിൽ വേറെന്താ എഴുതി വെച്ചിട്ടുണ്ട്, അതൊന്നും ഐഡിയ. ഈ അങ്കിളിന് വേറെ പണിയൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിസ്സാവും. ആക്ച്വലി ഗൈസ്, ഞങ്ങൾ ഷംസുനെ കണ്ടുപിടിച്ചു. കുറേ നേരമായി ഷംസുനെ കാണണ്ടായി. ഇന്നപ്പോൾ ഞങ്ങൾ കണ്ടുപിടിച്ചു. കണ്ടില്ലേ ഷംസുന്റെ ഓരോ കോപ്രായങ്ങൾ. ആക്ച്വലി എനിക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ട്. ഇവിടെ നടന്നിട്ട് അവിടെ വെള്ളമുണ്ട്. വെയിറ്റ്, വെള്ളം കുടിച്ചു. ഇനി ഈ കിഴവനെ തപ്പണം. ഗൈസ്, നിങ്ങൾ പിന്നെ വേറെ ഒരു സ്ഥലത്ത് വന്ന് അതിലുണ്ട്, എന്തായിട്ട് പറയാ, ടൈഗറല്ല ലിയോപാഡ് എന്നാണ് അതിൽ എഴുതി വെച്ചത്. ഞാൻ കാണിച്ചു തരാം സാധനത്തിന്. എവിടെ ഉണ്ട് ഇതാ, കണ്ടു ഗൈസ്. ആക്ച്വലി നല്ല ക്ലാരിറ്റി ഇല്ല, കാരണം നല്ല ദൂരമുണ്ട്. വെറുതെ കിടക്കാണ്, പാവം കഴിച്ചിട്ട്. ആക്ച്വലി എനിക്ക് ഇൻസോമിയ ഉണ്ട്. സോ 3 ദിവസമായി ഉറങ്ങിയിട്ട്. ബട്ട് സ്റ്റിൽ ഐ എം ആക്റ്റീവ്. ഐ ഹാവ് നോ ഐഡിയ. ഇതിനെ പറ്റി ഐഡിയ ഉള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഹാപ്പൻ ടു മീ. ഡിപ്രഷൻ, ആൻസൈറ്റി. ഞാൻ രാവിലെ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് ഇന്നിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഓരോന്ന് ആലോചിച്ച് കറങ്ങി. ഒരു റീസൺ ഇല്ലാണ്ടല്ല, റീസൺ ഉണ്ട്. ബട്ട് സ്റ്റിൽ അതൊക്കെ അപ്പോൾ കഴിഞ്ഞില്ല. എന്നിട്ടും ഐ സ്റ്റിൽ ക്രൈ എവറി ഡേ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് ഒരു വീക്ക്ലി ഒരു വീഡിയോ ഇടുന്നുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മടിയാണ്. വീഡിയോ വോയിസ് ഓവർ കൊടുക്കാൻ തോന്നില്ല. ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് കൊടുക്കും. ഞാൻ ഒന്ന് കറക്റ്റ് ഉറങ്ങിയിട്ട് തന്നെ കുറേ ദിവസമായി. നോക്കാം. സോ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സെക്യൂരിറ്റി ഉണ്ട്, സൂക്ഷിച്ചു. ഫൈന് വരാണ്ട്. ഫൈൻ എന്തിന്? ദിസ് ഇസ് മൈ ഫോൺ, ഐ ഷൂട്ട് എവറിത്തിങ്. ഞങ്ങൾ കാണാൻ വന്ന എല്ലാ അനിമൽസും കിടന്ന് ഉറങ്ങുകയാണ്. ഒരു അനിമൽ ആക്റ്റീവ്, എല്ലാം ലേസിയാ. ഒന്നേ പോലെ ലൈക്ക് മീ. അയ്യോ, അടുത്ത ലൊക്കേഷനിലോട് പോവാം. ഈ എത്ര തിരഞ്ഞാലും കിട്ടില്ല. അതാ അവിടെ കിടന്നുറങ്ങുന്ന സാധനം. അവിടെ കണ്ടല്ലേ എൻ്റെ അടിയിൽ. ആ, പിന്നെ എവിടെ പോയി? അപ്പത്തേക്ക് കണ്ടില്ലേ, ഇപ്പം ഉണ്ടായിരുന്ന മനുഷ്യന് അപ്പത്തേക്ക് അവന് ഓടി. അവൻ്റെ പാറമണ്ടയ്ക്ക് കണ്ടോ നോക്കാം ഗൈസ്. അപ്പോൾ പിന്നെയും ഷംസുനെ ഞങ്ങൾ കണ്ടു. 1, 2 അല്ല, കുറേ ഷംസൂസ് ഉണ്ട് ഇവിടെ. ഷംസി ഷാസ് വേർഷൻസ്. കുട്ടിയായപ്പോൾ ഷംസി ഇങ്ങനെ 2ാമത്തെ മാസം 3ാമത്തെ മാസത്തിൽ ഇങ്ങനെ 4 വയസ്സ് 5, 6, 7, 8 വയസ്സായപ്പോൾ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കള്ളണ്ടോ? അല്ല, 8 വയസ്സായപ്പോൾ ഷംസിന്റെ ഫെയിമും വന്ന. ഇവൻ ഡ്രസ്സ് വരെ കറക്റ്റാണ്. ഇതാ ആക്ച്വലി ഞാൻ എന്താ പറയണമെന്ന് വിചാരിച്ചാൽ മറന്നുപോയി. ഞാനും ഷംസും സേഫാണ്. ഞങ്ങളപ്പുറം വന്ന ബാക്കി 40 ആൾക്കാരും കാണാണ്ടായിപ്പോയി. സോ ഇവിടെ എവിടെയെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്യണോ? ഞങ്ങൾ 2 ആളും സേഫാണ്, ബാക്കിയുള്ള ആൾക്കാർ കാണുന്നില്ല. ഈ സൂവിൻ്റെ ഉള്ളിൽ റേഞ്ചും ഇല്ല. കുറങ്ങനെ കണ്ടപ്പോൾ ഐ സീ മൈ സെൽഫ്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മീൻസ് അത് ഒറ്റയ്ക്കല്ലേ, ഐ ഫീൽ എൻ്റെ കോളേജ് വൈബൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. ഒറ്റയ്ക്ക് പാവം. എൻ്റെ വേദന നമുക്കേ അറിയുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളെ ലൈഫിൽ മാത്രമാണ് ഓരോ പ്രശ്നങ്ങൾ. പക്ഷെ അങ്ങനെയല്ല. കണ്ടില്ലേ, ആ കുരങ്ങിന് വരെ എന്തോ പ്രശ്നമുണ്ട്. ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ് പാവം. ഹസ്ബൻഡ് മരിക്കുക.
വാട്ട് ഇഫ് ഇതെന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ നീ എനിക്കറിയാം അത് ഹസ്ബൻഡ് ആണോ വൈഫാണോ? യാ ഐ സീ മൈ സെൽഫ്. യാ ബിക്കോസ് അതും അലോനാണ് ഞാനും. ഇനി എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ അത്രേ ഉള്ളൂ ബ്രോ. 2 കിലോമീറ്റർ നടക്കണം. അതിന് ഭ്രാന്താന്ന് തോന്നുന്നു. എന്താ നമുക്ക് എന്താ ഇതിന് തലയ്ക്ക് സുഖമില്ലാന്ന് തോന്നുന്നു. അതിന് കുറേ നേരമായി. ഇപ്പോൾ സൂയിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഈ മൃഗങ്ങളെ ഫോട്ടോ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വീഡിയോസ് ഫോട്ടോസ്. കാരണം ഞാൻ കോളേജിൽ പോകുമ്പോൾ എന്നും കാണലുണ്ട് ഈ എല്ലാ സാധനത്തിനും. ഗൊറില, പാമ്പ്. ഞങ്ങൾ വേറെ സ്ഥലത്ത് വന്നു. ഇവിടെ കണ്ടപ്പോൾ കുറേ മാന്. വാവ്, എനിക്ക് കാണിച്ചത് ഇറ്റ്സ് ലുക്സ് അമേസിങ് യുനോ. ഇത് വേറെ ഏതോ ഇതിനൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ലൈക്ക് ഇറ്റ്സ് സോ ക്യൂട്ട് ലൈക്ക് മീ. എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് ഇതാണെന്ന് തോന്നുന്നു ഞാൻ അടുത്ത് കാരഞ്ചി കയറി. കാരഞ്ചി ലൈക്ക് നേച്ചർ പാർക്ക്. കാരഞ്ചി കന്നഡത്തിൽ അങ്ങനെയാണ് എഴുതി കാരഞ്ചി. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കന്നഡത്തിൽ പറയുന്ന കാരണം തെളിയിക്കുകയാണ് എനിക്ക് കന്നഡ വായിക്കാൻ എഴുതാനൊക്കെ അറിയാന്ന്. ലുക്ക് അറ്റ് ദിസ് ബേസിക് ബീച്ച്. ഹൗസ് മൈ ഔട്ട്ഫിറ്റ് ഗൈസ്. ഞാൻ ഇപ്പോൾ ഒരു സാധനം കണ്ടായിരുന്നു. അതാണ് ഞാൻ കോളേജിൽ പ്രതീക്ഷിക്കുന്ന ഞാൻ കോളേജിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഒരൊറ്റ കാര്യം ഇതാണ്. ഞാൻ കാണിച്ചു തരാം. ഇഫ് എൻ്റെ കോളേജിൽ നിന്ന് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ഫോർ യു ഗൈസ്. ആക്ച്വലി ആ ബോർഡ് ആദ്യം എൻ്റെ കോളേജിൻ്റെ മുന്നിൽ വലിയ ഫ്ലെക്സ് അടിച്ച് ഇങ്ങനെ വെക്കണം. ബി വെയർ ഓഫ് സ്നേക്സ് ഇൻ ദിസ് കോളേജ്. അതാണ് ഞങ്ങൾ വേറെ ഒരാളെ കാണാൻ പോവാണ്. മീൻസ് ഇപ്പോൾ ഞങ്ങൾ കുറേ ആഗ്രഹിച്ച ഒരാൾ സിരാജ്. ഞങ്ങൾ സിരാജിനെ കാണാൻ പോവാ. കാണിച്ചു തരാം സിരാജിന്. ഞാൻ വിചാരിച്ചു ഇത് സ്റ്റാച്യു ആണെന്ന്. ഫോട്ടോ എടുത്തു അല്ലേ? ഫോട്ടോ എടുത്തില്ല. ഇതെടുത്ത് ഇതാ സിരാജ്. ഫൈനലി ഞാൻ പിന്നെ എൻ്റെ കോളേജിലേക്ക് തന്നെ പോവുകയാണ്. കോളേജിലുള്ള ഫ്രണ്ട്സിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഫ്രണ്ട്സ് അല്ലല്ലോ, കോളേജിലുള്ള സ്റ്റുഡൻസിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നമ്മളങ്ങനെ പിന്നെയും കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ കാണുന്നതാണ് ഓരോ സ്റ്റുഡൻസ്. യൂണിയൻ ഡേ വരുമ്പോൾ എൻ്റെ കോളേജ് ഇങ്ങനെ ആയിരിക്കും മൊത്തം. ആക്ച്വലി ഗൈസ്, എനിക്ക് എൻ്റെ കോളേജ് മേറ്റ്സിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. കുറേ ആയി കണ്ടിട്ട്. ഇപ്പോൾ ലീവല്ലേ, വെക്കേഷൻ ആയില്ലേ. സോ വെക്കേഷന് കുറേ ലീവൊക്കെ എടുത്തിട്ട് ഇപ്പോഴാണ് കാണുന്നത്. സോ ഐ എം സോ ഹാപ്പി ടു സീ ദം ലൈക്ക് ദിസ് വേ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ സൂവിൻ്റെ മൊത്തം കറങ്ങി നല്ല ടയേർഡാണ്. സോ ഇൻ കേസ് ഇപ്പോൾ ഞങ്ങൾ അടുത്ത് പാലസ് പോവും. അവിടുന്ന് ഞാൻ വീഡിയോ എടുത്തിട്ട് ആ വ്ളോഗിൽ കാണിച്ചു തരാം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ മൈസൂർ പാലസ് എത്തി. എത്തിയില്ല, whatever it is. So ഒരു വീഡിയോ എടുക്കാൻ സമയം. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ പാലസ് എത്തി. ഇനി അതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാണ്. എന്തെങ്കിലും അവിടെ ഞങ്ങൾ പാലസിലെത്തി, അത്രേ ഉള്ളൂ. ഇതെന്താ ഇത്? പാലസ് അല്ലേ? പാലസിലെത്തി, അത്രേ ഉള്ളൂ. ഇതാണ് പാലസിൻ്റെ എൻട്രി അല്ലേ? ഞങ്ങളുള്ളിൽ കയറാൻ പോവാണ്. ഷംസാണ് സ്പോൺസർ ബിക്കോസ് ഹി ഈസ് ദ വൺ ഹു ഈസ് ഗോയിങ് ടു പേ ഫോർ മീ. റൈറ്റ്, ടിക്കറ്റൊക്കെ എടുത്തു ഗൈസ്. ടിക്കറ്റ് എടുത്ത് ഒരുത്തന് ഫ്രീ ആണ്. 9 വയസ്സുണ്ടെങ്കിൽ അവർക്ക് ഫ്രീയും, വലിയ ആൾക്കാരാണെങ്കിൽ 150. അപ്പോൾ ടോട്ടൽ എത്ര? ഗൈസ്, ഞങ്ങൾ വന്ന സ്ഥലത്ത് ചെരുപ്പൊക്കെ ഊരി കൊടുക്കണം. സോ ഞാൻ ചെരുപ്പ് ഊരി കൊടുക്കാൻ പോവാണ്. മനസ്സിലാ സോ ഞങ്ങളങ്ങനെ സക്സസ്ഫുള്ളി ചെരുപ്പൊക്കെ അവിടെ കൊടുത്തു. ഞങ്ങൾ കാത്തിക്കാണ്. ഇനി പോകണം, ചെരുപ്പില്ലാണ്ട് നടക്കണമെങ്കിൽ. കാല് നല്ല ചൂടുണ്ട്. സോക്സ് ഇട്ടുകൊണ്ട് ആൾക്ക് ചൂടൊന്നുമില്ല. ഞാൻ മനുഷ്യനായതുകൊണ്ട് എനിക്ക് നല്ല ചൂടുണ്ട്. ആക്ച്വലി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഫോട്ടോസ് എടുക്കണമെന്നുണ്ട്, നോക്കാം ഏതായാലും. അവിടെ നിങ്ങൾ കാണുന്നത് മൊത്തം സ്വർണ്ണങ്ങളാണ്.
ഇവിടെ ഒരു ദസറ ഹബ്ബാന്ന് പറയുന്ന സംഭവമുണ്ട്. ആ ടൈമിൽ ഇത് വെച്ചിട്ട് വലിയ ഫെസ്റ്റിവൽ ഉണ്ടാവും. ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് ആ ഫംഗ്ഷന് കാണാൻ വേണ്ടിയിട്ട്. അത് ഫുള്ള് സ്വർണ്ണമാണെന്നാണ് പറയുന്നത്, എന്താണെന്നറിയില്ല. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ദസറ. ഇനി ഞങ്ങൾ പുറത്തിറങ്ങണം. അപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ കവർ ചെയ്ത് കുറച്ച് വീഡിയോസ് എടുക്കില്ല, കാരണം സെയിം ആണല്ലോ. ഇത് നിങ്ങൾ നേരിൽ വന്നിട്ട് കാണുകയാണെങ്കിൽ അതിലൊരു ത്രില്ലുണ്ടാവും. സോ ഒന്ന് ട്രൈ ചെയ്യാം. നേരിൽ കാണുകയാണെങ്കിൽ ഒന്ന് സുഖമാണ്. സക്സസ്ഫുള്ളി ഞങ്ങൾ ഈ പാലസ് മൊത്തം കറങ്ങി. ഞാൻ കുറേ ക്ലിപ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. യെസ്, ഐ ട്രൈ മൈ ബെസ്റ്റ്. ഫസ്റ്റ് വ്ളോഗ് ആയതുകൊണ്ട് കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും, അതൊന്ന് സഹിക്കുക. പിന്നെ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത്, അപ്പോൾ അതിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ഗൈസ്, ഫോളോ ഫ്രം ഫോളോ അല്ല അല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ഗൈസ്. ഫോളോ ഫ്രം അത് ഇത് ഇൻസ്റ്റാഗ്രാമിലല്ലേ, ഇത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ബൈ ഗൈസ്, സബ്സ്ക്രൈബ് ഫോർ മോർ.